Hello friends, welcome to my channel Your Learning Aid. So ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഈ ചാനലിലൂടെ ക്ലാസ് 10 ആൻഡ് 12ലെ കെമിസ്ട്രി ആൻഡ് മാത്സ് എന്നീ സബ്ജക്റ്റുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഈ വീഡിയോയിൽ ക്ലാസ് 10th കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻ എന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ 2 ടോപ്പിക്സ് ആണുള്ളത്: ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഈ വീഡിയോയിൽ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഓരോ ടോപ്പിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കാൻ പോവാണ്. ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനിൽ ഫസ്റ്റ് റിയാക്ഷനാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. സോ ഈ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പറയുന്നത് ഒരു റിയാക്ഷനിൽ എത്ര നമ്പർ ഓഫ് റിയാക്റ്റൻസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്, അതിൻ്റെ നമ്പറിനനുസരിച്ചിട്ടാണ് ഈ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് പറയുന്നത്. നമ്പർ കൂടാതെ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടോ, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് കെമിക്കൽ റിയാക്ഷൻസ് പറയുന്നത്. സോ ഫസ്റ്റ് റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷൻ. വാട്ട് ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ? A reaction in which 2 or more compounds combine together to form a single compound are called combination reaction. അതായത് രണ്ട് റിയാക്റ്റൻസ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ റിയാക്റ്റൻസ് കൂടിച്ചേർന്നിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാവുക, അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിക്കേ, CaO കോമൺ നെയിമാണ് ക്യുക്ക് ലൈം. അപ്പോൾ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും കോമൺ നെയിം കൂടി പഠിക്കണം. സപ്പോസ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ക്യുക്ക് ലൈം കമ്പൈൻഡ് വിത്ത് വാട്ടർ അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരിക. സോ നമ്മൾ ഇക്വേഷൻ ഇതിൻ്റെ ഫോർമുല പഠിക്കുന്നതിന് കൂടെ തന്നെ അതിൻ്റെ കോമൺ നെയിം ഉണ്ടെങ്കിൽ അതുകൂടി പഠിക്കണം. സോ CaOയുടെ കോമൺ നെയിമാണ് ക്യുക്ക് ലൈം. സോ CaO റിയാക്ട് വിത്ത് വാട്ടർ ഗീവ്സ് സ്ലേക്ഡ് ലൈം. സോ ഇവിടെ നോക്കിക്കേ, രണ്ട് റിയാക്റ്റൻസ് അല്ലേ, റിയാക്റ്റൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സൈഡിൽ ഒരു സിംഗിൾ പ്രോഡക്റ്റ്. സോ ഇങ്ങനത്തെ റിയാക്ഷനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് സപ്പോസ് വാട്ട് ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് ചോദിക്കാം. എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതാൻ പറയും. സോ നിങ്ങൾ ഈ ഇക്വേഷൻ തറുവായിരിക്കണം. CaO plus H2O gives CaOH2. സോ ഈ ഇക്വേഷൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഇക്വേഷൻ നമ്മൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. എങ്ങനെ ക്വസ്റ്റ്യൻ വരാം? എ കോമ്പൗണ്ട് എക്സ് റിയാക്ട് വിത്ത് വാട്ടർ വിച്ച് ഗിവ്സ് എ കോമ്പൗണ്ട് വൈ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. സോ നമ്മൾ അത് മനസ്സിലാക്കി വെക്കണം. ഈ ഇക്വേഷനാണ് നമ്മൾ ഏത് സ്ലേക്ഡ് ലൈമാണ് നമ്മൾ വൈറ്റ് വാഷിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. സെക്കൻഡ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ കോമ്പൗണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മോർ ദാൻ 1 പ്രോഡക്ട്സ് ഉണ്ടാവുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡെഫിനിഷൻ: എ റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ടു ഗീവ് 2 or more സിംപ്ലർ സബ്സ്റ്റൻസ്. സോ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? അതായത് കോമ്പിനേഷൻ റിയാക്ഷൻ എന്തായിരുന്നു? രണ്ട് റിയാക്റ്റൻസ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ റിയാക്റ്റൻസ് സിംഗിൾ പ്രൊഡക്റ്റായിട്ട് മാറുന്നു. ഇതിൽ ഡീകമ്പോസിഷൻ റിയാക്ഷനിലാണെങ്കിലോ ഒരു സിംഗിൾ കോമ്പൗണ്ട് മോർ പ്രൊഡക്റ്റായിട്ട് മാറുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, വൈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് കോൾഡ് ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. സോ അപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ എഴുതിയിട്ട് വേണം അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ തന്നെ
3 ടൈപ്സ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് ഈ 3 ടൈപ്സ് വരുന്നത്? നമ്മളൊരു കോമ്പൗണ്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഡീകമ്പോസ് ആവില്ല. അതിന് എന്തെങ്കിലും എനർജി കിട്ടണം. അപ്പോൾ ഈ എനർജി കൊടുക്കുമ്പോൾ ഇത് ഡീകമ്പോസ് ആവും. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് എനർജി നമ്മൾ കൊടുക്കുന്നത് തെർമൽ എനർജിയാണ്. അതായത് ഹീറ്റ് എനർജി നമ്മൾ കൊടുക്കുന്നു. ഹീറ്റ് എനർജി ഫോർ എക്സാമ്പിൾ FeSO4ന് നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തപ്പോഴാണ് Fe2O3 + SO2 + SO3 ആയിട്ട് മാറിയത്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ വാട്ടറിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ വാട്ടർ ഒറ്റൊരു കോമ്പൗണ്ടാണ്. സോ വാട്ടറിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആയിട്ട് മാറുന്നു. സോ ഇതിനെ നമ്മൾ ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷനാണ് ഫോട്ടോ ഡീകമ്പോസിഷൻ. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? സൺലൈറ്റാണ് അതിലേക്ക് കൊടുക്കുന്നത്. സൺലൈറ്റ് കൊടുക്കുമ്പം AgCl എന്ന കോമ്പൗണ്ടിലേക്ക് സൺലൈറ്റ് കൊടുക്കുമ്പം Ag + Cl2 ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് ഒരു ഇക്വേഷൻ AgBrലേക്ക് നമ്മൾ സൺലൈറ്റ് കൊടുക്കുമ്പോൾ Ag ആൻഡ് Br2 ആയിട്ട് മാറുന്നു. സോ ഈ ഇക്വേഷൻ ഇത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ പോയിന്റ് കൂടി പഠിച്ചിരിക്കണം. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ ഏതാണെന്ന് ചോദിക്കാം. എന്നിട്ട് അതിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ പറയാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുമ്പം എല്ലാവരും ഒന്നത് നോട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. സോ ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ 3 ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് പഠിച്ചു. സോ എല്ലാവരും ഈ റിയാക്ഷൻ്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കാൻ നോക്കണം. ഓക്കെ. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അറിയുന്നതിന് മുന്നേ റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്ന് അറിയണം. റിയാക്ടിവിറ്റി സീരീസ് എന്നാൽ മെറ്റൽസിനെ നമ്മൾ അതിൻ്റെ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റിയാക്റ്റീവായിട്ടുള്ളത് പൊട്ടാസ്യമാണ്. പിന്നെ താഴോട്ട് വരുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. ഏറ്റവും ലാസ്റ്റായിട്ട് ഗോൾഡാണ് കുറവ് റിയാക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? ആ എലമെൻറ്റിനെ ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ആര് വരും? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് വന്നിരിക്കുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. എക്സാമ്പിൾ അയേണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് അയേൺ. നോക്കിക്കേ, ഇവിടെ അയേണ് കോപ്പറിനേക്കാളും മോർ റിയാക്റ്റീവാണ്. അയേൺ ഇവിടെ കിടക്കുന്നത്, കോപ്പർ ഇവിടെയാണ്, ഏറ്റവും താഴെയാണ് കോപ്പർ വരുന്നത്. സോ കോപ്പർ ലെസ് റിയാക്റ്റീവ് എലമെൻ്റ് ആണ് ദാൻ അയേൺ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് ഒറ്റയ്ക്കായിരിക്കണം. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട്, അതൊരു കോമ്പൗണ്ടലായിട്ടായിരിക്കണം നിൽക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക? ഈ കോപ്പറിനെ അയേണ് ഡിസ്പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ അയേൺ എവിടെ വരും? ഈ കോപ്പറിൻ്റെ സ്ഥാനത്ത് വരും. സോ ഈ കോപ്പർ സൾഫേറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറി? അയേൺ സൾഫേറ്റ് ആയിട്ട് മാറി, പ്ലസ് കോപ്പർ ഒറ്റയ്ക്കായി. സോ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷനിൽ നിങ്ങൾക്ക് ഇത് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് ചോദിക്കാം ക്വസ്റ്റ്യനായിട്ട്. അല്ലാതെ വരുന്നത് ഒരു റിയാക്ഷൻ തന്നിട്ട് ഇതിൽ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കാം. അപ്പോൾ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന എലമെൻറ്റ് മോർ റിയാക്റ്റീവ് ആണോ നോക്കണം. ഒറ്റയ്ക്ക് നിൽക്കുന്ന എലമെൻറ്റ് ലെസ് റിയാക്റ്റീവും കൂട്ടത്തിൽ നിൽക്കുന്നത് മോർ റിയാക്റ്റീവ് ആണെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഈ പോർഷനിൽ നിന്ന് വരാം. നെക്സ്റ്റ് റിയാക്ഷനാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാലാണ് ഒരു റിയാക്ഷനിൽ ഇതിൽ 2 കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ 2 കോമ്പൗണ്ട്സിൻ്റെ അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. സോ അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. ഇപ്പം ഈ കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ BA ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും പോസിറ്റീവായാണ്, അതായത് കാറ്റിയോൺ ആയിരിക്കും. സെക്കൻഡ് എലമെൻറ്റ് എപ്പോഴും ആനയോൺ ആയിരിക്കും. ഓക്കെ. സോ BA + Cl-, അതേപോലെ തന്നെ
Na+SO4 2-. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അയോൺസ്. ഓരോ കോമ്പൗണ്ടിലുള്ള അയോൺസ് ഇതാണ്. സോ എന്താ ചെയ്യുന്നത്, ഇവിടെ അയോൺസ് സ്വിച്ച് ചെയ്യാം, അതായത് എക്സ്ചേഞ്ച് ചെയ്യാം. ഇവിടെ അയോൺസിൻ്റെ എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. ഇതിലുള്ള പോസിറ്റീവ് അയോൺ ആയിട്ടുള്ള Ba+ഉം ഇതിലുള്ള നെഗറ്റീവ് അയോൺ ആയിട്ടുള്ള SO4- കൂടിച്ചേരുക, എന്നിട്ട് BaSO4 ആയിട്ട് മാറുക. അതേപോലെ ഇതിലുള്ള പോസിറ്റീവ് അയൺ ആയിട്ടുള്ള Na+ഉം ഇതിലെ നെഗറ്റീവ് അയൺ ആയിട്ടുള്ള Cl- കൂടി NaCl ആയിട്ട് മാറാം. സോ ഡബിൾ അയൺസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിയാക്ഷനാണ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്നുള്ള 2 റിയാക്ഷൻസ് കൂടി ചേർന്നിട്ടാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഓക്സിജനെയാണ് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഓക്സിജനെ ഗെയിൻ ചെയ്യുക, അങ്ങനത്തെ റിയാക്ഷനാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് റിഡക്ഷൻ എന്ന് വെച്ചാൽ ഓക്സിജനെ ലൂസ് ചെയ്യുന്ന റിയാക്ഷനെയാണ് റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കിക്കേ, ഇവിടെ CuO എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ ഓക്സിജൻ ഉണ്ട്. ഈ CuO നമ്മുടെ പ്രൊഡക്റ്റ് സൈഡിൽ എത്തുമ്പോഴേക്കും CuO എന്തായിട്ട് മാറി, Cu ആയിട്ട് മാറി. സോ ഇവിടെ എന്ത് ചെയ്തു, ഈ CuO ഓക്സിജനെ ലോസ് ചെയ്തു. ഓക്സിജനെ ലോസ് ചെയ്യുമ്പം ഈ റിയാക്ഷനെ നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ ഹൈഡ്രജൻ നോക്കിയേ, ഹൈഡ്രജൻ്റെ കൂടെ ഇവിടെ ഓക്സിജൻ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഓക്സിജൻ ഇവിടെ എത്തിയപ്പോഴേക്കും ഹൈഡ്രജൻ്റെ കൂടെ ഓക്സിജൻ വന്നു. സോ ഹൈഡ്രജൻ എന്ത് കിട്ടി, ഓക്സിജൻ ഗെയിൻ ചെയ്തു. സോ ഈ റിയാക്ഷനെയാണ് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഓക്സിഡേഷനും റിഡക്ഷനും കൂടി ചേർന്നതാണ് റിഡോക്സ് റിയാക്ഷൻ. ഇനി ചോദിക്കും, വിച്ച് വൺ ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, വിച്ച് വൺ ഈസ് റെഡ്യൂസിങ് ഏജൻറ്റ്. സോ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് വെച്ചാൽ ഓക്സിജൻ കൊടുക്കുന്നത് ഏത് കോമ്പൗണ്ട് ആണോ അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിജൻ കൊടുക്കുന്നതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോ CuO ആണ് ഇവിടെ ഓക്സിജൻ കൊടുക്കുന്നത്. സോ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്, CuO. നെക്സ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണെന്ന് വയ്ക്കും. റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് വെച്ചാൽ ഏതാണോ മറ്റതിനെ റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, CuOയിൽ നിന്ന് ഓക്സിജനെ പിടിച്ചു വെച്ച് H2 എന്ത് ചെയ്യുന്നു, CuOനെ റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. സോ H2 ആണ് ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റ്. സോ നമ്മൾ ഏജൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ റിയാക്റ്റൻറ്റ് സൈഡാണ് എഴുതേണ്ടത്. റിയാക്റ്റൻറ്റ് സൈഡിൽ ഏതൊക്കെ കോമ്പൗണ്ട് ആണെന്ന് എഴുതി വെക്കാണ് വേണ്ടത്.